ഇപ്പോൾ രണ്ടാനമ്മയ്ക്കും അച്ഛനും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. സിജോ തുടരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. സിജോ, നീണ്ട നാളത്തെ ഒരു നിയമ പോരാട്ടം തന്നെയായിരുന്നു ഷഫീഖിന് വേണ്ടി. രാഗിണി അടക്കം പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് തൻ്റെ മകനായി ഷഫീഖ് മാറിയെന്ന്. ഇപ്പോൾ അവർ അടക്കമുള്ളവർക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു ശിക്ഷാവിധിയാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാഗിണി എന്ന് പറയുന്ന ആ ഒരു ആയയെ നമുക്ക് എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഈ ഇത്തരത്തിൽ ഉള്ള ഒരു കുട്ടിയെ അത് പൊന്നുപോലെ നോക്കുന്നു. നമ്മളത് നേരിട്ട് കണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുള്ളതാണ്. സിജോ, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം അതിലേക്ക്. ജയജ ആക്ട് പ്രത്യേകം അനുഭവിക്കണം. IPC ഒഫൻസ് കൂടാതെ ജയജ ആക്ട് പ്രകാരമുള്ളതിനൊക്കെ സെപ്പറേറ്റ്. മൊത്തത്തിലുള്ള തടവ് കൺകറന്റ് ആണെന്നുള്ളത് നോക്കണം. ഫൈനൽ ജഡ്ജിന് വന്നിട്ട് പ്രിന്റ് വെറുതെ തൃപ്തികരമാണ്. വെറുതെ മാക്സിമം കൊടുക്കാവുന്ന ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. പക്ഷേ ഈ പ്രതികളുടെ ജീവിത സാഹചര്യങ്ങളും ഈ ഇതിലെ ഒരു സ്ത്രീയും ആയതുകൊണ്ടും അവർക്ക് പിന്നീട് അവർ 5 മക്കള് അവർക്ക് ഉണ്ടെന്നുള്ളതൊക്കെ ഒരു കോടതി പരിഗണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശം ആയതുമൊക്കെ ഒരു ലീനിയൻ വ്യൂ കോടതി എടുത്തിട്ടുണ്ടാവും. അതാണ്. ഇല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് മാക്സിമം കൊടുക്കാം. ഏകദേശം ലൈഫ് ഇംപ്രിസൺമെന്റ് അടുത്ത് ശിക്ഷ വന്നിട്ടുണ്ട്. നമ്മൾ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് ആവശ്യപ്പെട്ടത്. തൃപ്തികരമാണ്. ശിക്ഷ മതിയായ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 11 വർഷം നീണ്ട നിയമ പോരാട്ടത്തിൽ ഷഫീഖിന് നീതി കിട്ടി. ജയജ ആക്ട് 1-ാം പ്രതിക്ക് IPC 326 പ്രകാരം 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. അതുപോലെ അതടച്ചില്ലെങ്കിൽ 1 വർഷം ഡീഫോൾട്ട് തടവ്. അതുപോലെ 323 1 വർഷം തടവ്. JJ ആക്ട് 23 പ്രകാരം 1 വർഷം തടവ്. 2-ാം പ്രതിക്ക് 307 IPC പ്രകാരം 10 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം തടവ്. 324 വകുപ്പ് പ്രകാരം 3 വർഷം തടവും. 323 വകുപ്പ് പ്രകാരം 1 വർഷം തടവും. JJ ആക്ട് 23 പ്രകാരം 1 വർഷം തടവുമാണ്. കോടതിയിൽ നിരീക്ഷണങ്ങൾ ജഡ്ജ്മെന്റ് കോപ്പി പ്രിന്റ് ഇത് കിട്ടില്ല. ഇപ്പൊ കോടതി പറഞ്ഞിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഓപ്പൺ കോടതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ജഡ്ജ്മെന്റിന്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. ജഡ്ജ്മെന്റ് കോപ്പി റെഡി ആയിട്ടില്ല. ഉടനെ റെഡിയായി പ്രതിക്ക് കൈമാറും. അതിനുശേഷം ഇതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ പറയാം. പിന്നെ പറയാനുള്ളത്, ഇത് വളരെ അത്യപൂർവമായ ഒരു കേസായിരുന്നു. കാരണം ഇതിൽ പരിക്ക് പറ്റിയ ഇര എന്ന് പറയുന്ന ഷഫീഖിന് കോടതിയിൽ വരാനോ തെളിവ് കൊടുക്കാനോ സാധിച്ചിട്ടില്ല. തികച്ചും സാഹചര്യ തെളിവുകളുടെയും സയന്റിഫിക് എവിഡൻസിന്റെയും മാത്രം ബലത്തിലാണ് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അത് ഷഫീഖ് ഇപ്പോഴത്തെ ഷഫീഖിന്റെ അവസ്ഥ നിങ്ങൾക്കെല്ലാം അറിയാം. മാധ്യമങ്ങൾ ഇത്രയും വലുതായി ഇതിനെ ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടാണ് ഈ കേസ് ഇത്ര ശ്രദ്ധാപൂർവമായ ഒരു വിധി വരാനും ഇത് നല്ലൊരു രീതിയിലേക്ക് കേസ് കൊണ്ടുപോകാനും എല്ലാവർക്കും സാധിച്ചത്. വിചാരണയിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു വെച്ചാൽ പല സാക്ഷികളെയും 11 വർഷം വൈകിയതുകൊണ്ട് പല സാക്ഷികളെയും കിട്ടിയില്ല. 1-2 സാക്ഷികൾ മരിച്ചുപോയി. ചില സാക്ഷികൾ കിടപ്പ് രോഗികളായിപ്പോയി. അതുകൊണ്ട് 17 സാക്ഷികളെ വിസ്തരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൽ ചില ആളുകളെ അവരുടെ വീട്ടിൽ ചെന്ന് പീരുമേട് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വീട്ടിൽ ചെന്നായിരുന്നു വിസ്താരം പൂർത്തിയാക്കിയത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി CW3 എന്ന് പറഞ്ഞ ആള് ആബ്സ്കോണ്ടിങ് ആണ്. എവിടെയാണെന്ന് അറിയില്ല. പോലീസുകാർ 1.5 വർഷക്കാലങ്ങൾക്ക് വേണ്ടി വളരെ നന്നായി അന്വേഷണം നടത്തി. എന്നിട്ടൊന്നും അയാളെ കിട്ടിയില്ല. മറ്റ് ഒരു ആൾ മരിച്ചുപോയി. അങ്ങനെ പ്രധാനപ്പെട്ട സാക്ഷികൾ. പിന്നെ ഇതിൽ ഷഫീഖിന്റെ 2-ാം പ്രതി അനീഷയുടെ മാതാവ് വന്നിട്ട് പറഞ്ഞു കുട്ടികളെ ഉപദ്രവിക്കുന്ന അവർ കണ്ടതായി പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ 14-ാം തീയതി ഇൻസിഡന്റ് മുമ്പായിട്ട് അനീഷയുടെ മാതാവ് എന്ന് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയൊക്കെ കോടതിയുടെ വിശ്വാസത്തിലെടുത്തു. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ എവിഡൻസ് ആണ്. ഡോക്ടർമാരായ കട്ടപ്പന മെഡിക്കൽ സെന്റ് ജോൺസ് മെഡിക്കൽസിലെ ഡോക്ടറുടെ മൊഴി നിർണായകമാണ്. ആ ഡോക്ടറാണ് ഇത് ചൈൽഡ് ലൈൻകാരെ അറിയിക്കുകയും ചൈൽഡ് ലൈൻകാർ പോലീസിൽ അറിയിച്ച് വളരെ പെട്ടെന്നുള്ള പ്രതികരണം നൽകുകയും ആ FIS-ലാണ് കേസ് തുടങ്ങിയത്. ആ കേസ് തുടങ്ങുന്ന ആദ്യകാലത്ത് ഡോക്ടർ കണ്ടതേ മനസ്സിലായി ഇത് ഒരു ഹ്യൂമൻ ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറീസ് ആണ്. അല്ലാതെ കുട്ടി നിലത്ത് വീണ് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാണ് ഇവർ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അങ്ങനെയല്ല. കുട്ടിയുടെ ശരീരത്തിൽ, അതായത് ബട്ടക്സിൽ ഉൾപ്പെടെ പൊള്ളിയ പാടുകളും ശരീരത്തിൽ നിരവധി പാടുകളും ഇടത് കാൽമുട്ടിന് ഒടിവുൾപ്പെടെയുള്ള, അതായത് കേരളം കണ്ട ഏറ്റവും വലിയ ബാലപീഡയുടെ ഒരു കഥയാണ് പിന്നീട് പത്രങ്ങളിലൂടെ നമ്മൾ കണ്ടത്. ആ കാര്യങ്ങളെല്ലാം പത്രങ്ങളിലൂടെ വെളിച്ചു വന്നതോടുകൂടിയാണ് പോലീസ് വളരെ കാര്യക്ഷമമായി കേസ് അന്വേഷിക്കുകയും ഈ പ്രതികൾക്കെതിരെ കുറ്റപത്രം കൊടുക്കുകയും ചെയ്തത്. കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നിരന്തരമായിട്ട് ശാരീരികമായി ഉപദ്രവം ഏൽപ്പിച്ച് കുട്ടിയെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഇപ്രകാരം പ്രവർത്തിച്ചത്. ഈ കുട്ടിയുടെ സഹോദരനായ മറ്റൊരു കുട്ടിയെയും ഉപദ്രവിച്ചിട്ടുണ്ട് ഇവർ, ഷെഫിൻ എന്ന് പറഞ്ഞ്.
ഈ കാലഘട്ടത്തിൽ തന്നെ. മോട്ടീവ് പറയുന്ന ഇവർ സ്വകാര്യ ജീവിതത്തിൽ ഇവർക്ക് കുട്ടി തടസ്സമായിരുന്നു. അതായത് ഒറ്റമുറിയുള്ള ഒരു വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇവര് ഒരു അടുക്കളയും ഒരു കിടപ്പുമുറിയും മാത്രമുള്ള മുറിയിലാണ്. അവർ സ്വകാര്യ ജീവിതത്തിൽ ആ കുട്ടിയുടെ തടസ്സമായിരുന്നു എന്നുള്ളതാണ് മോട്ടീവ്. താങ്ക് യു. ഞങ്ങളിപ്പോൾ ഷഫീഖിനെ കാണാനായിട്ട് അൽ അസർ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. ഷഫീഖ് വധശ്രമ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് മാധ്യമങ്ങളെ കണ്ടത്. ഷഫീഖിന്റെ പിതാവ് ഒന്നാം പ്രതിയായ ഷെരീഫിന് 7 വർഷം തടവും അതോടൊപ്പം രണ്ടാം പ്രതിയായ രണ്ടാനമ്മ അനീഷയ്ക്ക് 10 വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്.